നമ്മുടെ കുഞ്ഞിന് ഇനി ജീവനോടെ കാണാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ചന്ദ്രു, അവളുടെ മുഖമെങ്കിലും അവസാനമായിട്ടൊന്ന് കാണാൻ കഴിയുന്നു തോന്നുന്നില്ല മാധവേട്ട. അങ്ങനെ പറയാതെ ചന്ദ്രു. ജാതക വിധി പ്രകാരം എന്റെ വർഷമോൾക്ക് ഒരുപാട് ആയുസ് ബാക്കി കിടപ്പുണ്ട്. അതൊക്കെ ജീവിച്ചു തീർക്കാൻ വിധിയുള്ളപ്പോ ഒരു ശക്തിക്കും അവളുടെ ജീവൻ എടുക്കാൻ കഴിയില്ല. അങ്ങനൊരു വിശ്വാസം എനിക്കും ഉണ്ടാച്ചാ. അവളെവിടെയോ ജീവനോടെ കുടുങ്ങിക്കിടപ്പുണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതാണ് മോളെ സത്യം. അവളെ കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാ. പോലീസുകാരുടെ അന്നത്തെ അന്വേഷണ രീതിയൊന്നും എനിക്ക് തീരെ തൃപ്തിയായിട്ടില്ല. വെറുതെ അവരവരുടെ ഡ്യൂട്ടി തീർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രകടനം മാത്രമായിരുന്നു. എന്തായാലും ആ സ്റ്റേഷൻ വരെ നേരിട്ട് പോയി അന്വേഷിക്കേണ്ട ബാധ്യത എനിക്കുണ്ട്. ഞാൻ അങ്ങോട്ട് പോകാൻ പോവുകയാണ്. അച്ഛൻ നേരിട്ട് പോവാനോ? അത് വേണ്ടച്ചാ. ഈ അവസ്ഥയില് അച്ഛൻ അന്വേഷിക്കാൻ പോയിട്ട് ഒരു കാര്യമില്ല. ജഗനെയും കൂട്ടി ഞാൻ പോയി അന്വേഷിക്കാം. അത് മതി മോളെ, നീ ജഗനെ ഒന്ന് വിളിക്കേ. ആ ശക്തമായ മഴയും ഓവർ സ്പീഡും കാരണം നമ്മുടെ കാറിന്റെ കൺട്രോൾ പോയി. ഹൈഡിയുടെ ഇമ്പാക്ട് കാരണം രാജീവും അവന്റെ അമ്മയും മരണപ്പെട്ടു. വന്ദന, കാർ ആക്സിഡന്റിനെ കുറിച്ചുള്ള സത്യങ്ങള് വന്ദനയോട് തുറന്നു പറഞ്ഞാലോ? കട്ടായതാണോ കട്ടാക്കിയതാണോ? എന്തായി മോളെ? എടുക്കുന്നില്ല, കട്ടായി പോയി. മോളെ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്ക്. വന്ദനെ, എനിക്ക് ചില കാര്യങ്ങള്. തിരക്കൊഴിഞ്ഞെങ്കിൽ പെട്ടെന്നൊന്ന് വീട്ടിലേക്ക് വരണം. വന്ദനെ, എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ജഗ, അതൊക്കെ പിന്നീടാവാം. വർഷയുടെ കാര്യത്തിന് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോണം. വന്ദനെ, അച്ഛൻ സ്റ്റേഷനിലേക്ക് പോവാൻ ഇറങ്ങിയതാ. അത് ഞാനാ തടഞ്ഞത്. ഞാനും ജഗനും കൂടി പോയി തിരക്കാന്ന് പറഞ്ഞു. ജഗൻ, ഒന്ന് വേഗം വാ. ആ ശരി, ഞാനിപ്പോ തന്നെ വരാം. ആക്സിഡന്റിനെ കുറിച്ച് പറയാൻ ശ്രമിച്ചതാ. പറയാൻ സമയം തരണ്ടേ? ഇനിയും അത് ഉള്ളിൽ ഒളിപ്പിച്ച് നടക്കാൻ എനിക്ക് വയ്യ. ഇന്ന് തന്നെ എങ്ങനെയെങ്കിലും സത്യങ്ങൾ വന്ദനോട് പറയണം.